ലൈപ്പോസക്ഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി കൊഴുപ്പ് സക്ക് ചെയ്ത് പുറത്തോട്ട് കളയാം. അതാണ് ലൈപ്പോസക്ഷൻ. ഓക്കെ, അപ്പൊ അത് ചെറിയ ദ്വാരത്തിനകത്ത് കൂടെ ചെയ്യുന്നു. പക്ഷെ ചെറിയ ദ്വാരത്തിനകത്ത് കൂടെ ചെയ്ത് നമ്മൾ കൊഴുപ്പ് വലിച്ചു എന്ന് വെച്ചാൽ അത് നമ്മൾ സാധാരണ മുറിവ് കട്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെ ബ്ലീഡിങ് വരണ്ടേ. അപ്പൊ നമ്മൾ ഈ കൊഴുപ്പ് വലിച്ചു വെച്ചാൽ അതിനകത്ത് ബ്ലീഡിങ് വന്ന് അകത്ത് കംപ്ലീറ്റ്ലി ഇതേ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കില്ലേ. ബട്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശരീരത്തിന്റെ അടിയിൽ നമ്മളൊരു ട്യൂമിസെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യും. ഈ ട്യൂമിസെന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ടോൺ കുറച്ചും കൂടി കൂട്ടും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അത് ബ്ലഡ് വെസൽസിനെ കംപ്ലീറ്റ് ചുരുക്കും, രക്തക്കുഴലിനെ കംപ്ലീറ്റ്ലി ചുരുക്കും. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു രക്തക്കുഴലാണ്, അത് ഇത്ര ഉണ്ടായിരുന്നു, അത് ചുരുങ്ങി ഈ സൈസായി എന്ന് വെച്ചാൽ നമ്മുടെ കാനല പോയി രക്തക്കുഴലത്തെ ടച്ച് ചെയ്താലും ഇവൻ അവിടുന്ന് മാറിപ്പോവും. ആൻഡ് അവൻ ഈ രക്തക്കുഴൽ കട്ടാവില്ല. അപ്പൊ യൂഷ്വലി എന്ത് പറ്റും, നമ്മൾ കൊഴുപ്പെല്ലാം ലിക്വിഫൈഡ് ആയിട്ടായിരിക്കും വരുന്നത്. ലിക്വിഫൈഡ് ആയിട്ട് മഞ്ഞ കളറിൽ വരും, നെയ് വരുന്ന പോലെ പുറത്തോട്ട് വരും. അതാണ് ട്യൂമിസൻ ലൈപ്പോസക്ഷൻ്റെ ഒരു ഗുണം. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടി വരും, പല ഇൻസിഷൻസ് ഇട്ടും ചെയ്യേണ്ടി വരും. ഇൻസിഷൻസ് യൂഷ്വലി 3 mm 4 mm ഇൻസിഷൻസിൽ കൂടെ ആയിരിക്കും പലപ്പോഴും അത് ചെയ്യുന്നുണ്ടാവുന്നത്. പല സ്ഥലങ്ങളിലും നമുക്ക് ക്രോസ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും, സോ ദാറ്റ് അത് കാണാനൊരു ഇത് അൺഈവൻ ആവാണ്ടിരിക്കാൻ വേണ്ടി, സ്ട്രീക്സ് വരാണ്ടിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം ചെയ്താൽ ലൈൻസ് വരും, രണ്ട് സ്ഥലത്തും ചെയ്തെന്ന് വെച്ചാൽ ക്രോസ് വരുന്ന സമയത്ത് നമുക്ക് ആ ലൈൻസ് അങ്ങനെ കാണില്ല.